പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? എ. സൈബീരിയൻ കടുവ, ബി. സിംഹം, സി. ചീറ്റ, ഡി. പുലി. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം എ. സൈബീരിയൻ കടുവ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? എ. നേപ്പാൾ, ബി. ചൈന, സി. ഭൂട്ടാൻ, ഡി. റഷ്യ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? ഉത്തരം ബി. ചൈന. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? എ. പമ്പ, ബി. നെയ്യാർ, സി. ഭാരതപ്പുഴ, ഡി. കല്ലട. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം സി. ഭാരതപ്പുഴ. ഭൂമിയുടെ കാന്തിക ശക്തി അനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? എ. മണ്ണിര, ബി. പാറ്റ, സി. അണലി, ഡി. ഒച്ചി. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? ഉത്തരം ഡി. ഒച്ചി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? എ. ഫറൂഖ്, ബി. തലശ്ശേരി, സി. കണ്ണൂർ, ഡി. കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡി. കോഴിക്കോട്. ഏതു ലോഹത്തിന്റെ അയിരാണ് ഇൽമനേറ്റ്? എ. ടൈറ്റാനിയം, ബി. ഇരുമ്പ്, സി. ചെമ്പ്, ഡി. ഈയം. ഏതു ലോഹത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്? ഉത്തരം എ. ടൈറ്റാനിയം. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? എ. തലശ്ശേരി, ബി. മദ്രാസ്, സി. കണ്ണൂർ, ഡി. അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? ഉത്തരം ബി. മദ്രാസ്. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? എ. കങ്കാരു, ബി. കരടി, സി. ഗോറില്ല, ഡി. ബീവർ. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? ഉത്തരം സി. ഗോറില്ല. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? എ. പോർച്ചുഗീസുകാർ, ബി. ബ്രിട്ടീഷുകാർ, സി. ഡച്ചുകാർ, ഡി. ഫ്രഞ്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഉത്തരം സി. ഡച്ചുകാർ. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? എ. ഇടുക്കി, ബി. എറണാകുളം, സി. പാലക്കാട്, ഡി. വയനാട്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഉത്തരം സി. ഇടുക്കി. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? എ. ചണം, ബി. റബ്ബർ, സി. പുകയില, ഡി. കരിമ്പ്. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? ഉത്തരം ബി. റബ്ബർ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. തോംസൺ, ബി. ന്യൂട്ടൺ, സി. അരിസ്റ്റോട്ടിൽ, ഡി. ഇവരാരുമല്ല. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി. അരിസ്റ്റോട്ടിൽ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്?
എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഡി ജമ്മു കാശ്മീർ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഡി ജമ്മു കാശ്മീർ. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? എ സാമ്പത്തിക ശാസ്ത്രം, ബി സാഹിത്യം, സി സമാധാനം, ഡി രസതന്ത്രം. ഏതു വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം എ സാമ്പത്തിക ശാസ്ത്രം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? എ പള്ളിവാസൽ, ബി ചെങ്കുളം, സി പന്നിയാർ, ഡി കുറ്റ്യാടി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ബി ചെങ്കുളം.